സിനിമയുടെ തുടക്കത്തില് പഴയ കാലത്ത് നടന്നൊരു കാര്യമാണ് കാണിക്കുന്നത്. ഒരു മനുഷ്യനും ഒരു കുഞ്ഞു പെൺകുട്ടിയും കൂടെ ഒരു ഹോട്ടൽ റൂമിൽ ഇരിക്കുന്നുണ്ട്. ഈ ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഡ്രഗ് അഡിക്റ്റ് ആണ്. അയാളുടെ കയ്യിൽ തന്നെ സിറിഞ്ച് വെച്ച് ഇഞ്ചക്ഷൻ എടുത്തതിന്റെ പലവിധ പാടുകളും ഉണ്ട്. ആ പാടുകളിലെല്ലാം കൂടെ ഈ ഒരു കൊച്ചു പെൺകുട്ടി ഒരു മാർക്കർ വെച്ച് വരയ്ക്കുന്നുണ്ട്. ഈ ഒരു മനുഷ്യന്റെ ഒരു ബന്ധുവാണ് ഈ കുഞ്ഞു പെൺകുട്ടി. കട്ട് ചെയ്താൽ പ്രസന്റിലോട്ട് വരുവാണ്. ഒരു പെൺകുട്ടി കട്ടിലിൽ കിടക്കുന്നു. വേറൊരുത്തൻ സൈഡിലിരുന്ന് അവളുടെ കയ്യിൽ വൃത്തിയില്ലാത്തൊരു നീഡിൽ കൊണ്ട് ടാറ്റു അടിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ടാറ്റു ഒക്കെ അടിക്കുകയാണെങ്കിൽ എയ്ഡ്സ് പോലത്തുള്ള രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതൊന്നും വകവയ്ക്കാതാണ് ആ പെൺകുട്ടി ടാറ്റു അടിക്കാൻ സമ്മതിച്ചു കൊടുത്തേക്കുന്നത്. എന്നാൽ ഇത് കാണുന്ന ഒരു പയ്യൻ വേറൊരു പയ്യന്റെ അടുത്ത് പോയി പറയുന്നുണ്ട്. ആ പയ്യൻ അവന്റെ ഗേൾ ഫ്രണ്ടുമായിട്ട് അവിടെ കിസ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. ഇതറിഞ്ഞ ഉടനെ അവൻ പെട്ടെന്ന് തന്നെ ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് വരും. ആ ടാറ്റു അടിച്ചുകൊണ്ടിരുന്നവനെ പിടിച്ച് മാറ്റുകയാണ്. ഈ കണ്ണട വെച്ച പെൺകുട്ടിയാണ് നമ്മുടെ കഥയിലെ ഹീറോയിൻ. അവളുടെ പേര് ആൽഫ എന്നാണ്. ആൽഫ ബോധമില്ലാതെ കട്ടിലിൽ കിടക്കുന്നത് കാണുമ്പോൾ കൂട്ടുകാരൻ വന്ന് അവളെ തട്ടി വിളിക്കുകയാണ്. നേരത്തെ ഒരു പെൺകുട്ടിക്ക് ഉമ്മ കൊടുക്കുന്ന ഒരു പയ്യനെ കണ്ടില്ലേ, അവൻ തന്നെയാണ് ആൽഫയുടെ കൂട്ടുകാരൻ. എന്തായാലും ടാറ്റു അടിച്ച് ബോധം പോയതായിരുന്നു. അത് മാത്രമല്ല, ഇവർക്ക് ഡ്രഗ്സിന്റെയും മദ്യത്തിന്റെയും എല്ലാത്തിന്റെയും പരിപാടിയുണ്ട്. അതെല്ലാം ഉപയോഗിച്ചിട്ട് ബോധം പോയതായിരുന്നു. കട്ട് ചെയ്താൽ അവള് വീട്ടിൽ വന്നിട്ടുണ്ട്. അവളുടെ അമ്മ ഇത് മനസ്സിലാക്കിയിട്ട് അവളൊരു ബാത്ത് ടബിൽ പിടിച്ചിരുത്തി കുളിപ്പിക്കുകയാണ്. ഇതിന്റെ ഇടയിലും ആൽഫ അമ്മയോട് ചോദിക്കുന്നുണ്ട്, അമ്മ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും അമ്മ എന്നെ വെറുക്കുന്നുണ്ടോ അതോ ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന്. എന്നാൽ അമ്മയ്ക്ക് എന്തൊക്കെ ചെയ്താലും മോളെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റുമോ? അമ്മ ഇഷ്ടമാണെന്ന് പറയും. അവളുടെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുതിയ ഡ്രസ്സ് ഇടാനായിട്ട് നോക്കുമ്പോൾ അവളുടെ ദേഹത്ത് എന്തോ മുറിവ് പറ്റിയിട്ടുണ്ട്. ഒരു ആൽഫബറ്റ് ടാറ്റു അടിച്ചു വെച്ചേക്കുന്നു, എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ്. ഇത് കാണുന്ന അമ്മ ടെൻഷൻ ആവും. നിനക്ക് എന്തെങ്കിലും രോഗം വരുവടി, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ അമ്മ ടെൻഷനായിട്ട് ആൽക്കഹോൾ എടുത്തുകൊണ്ടുവന്ന് ആ മുറിവിൽ വെക്കുകയാണ്. നാളെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് നടത്തണമെന്നും പറയുന്നുണ്ട്, എന്തെങ്കിലും രോഗം ഉണ്ടോ എന്ന് അറിയാനായിട്ട്. അന്ന് രാത്രിയാവുന്ന നേരം ആൽഫ ആകെ വിഷമിച്ച് റൂമിലിരിക്കുകയാണ്. അമ്മ പുറത്തിരുന്ന് ആരോടോ സംസാരിക്കുന്നുണ്ട്. അമ്മയുടെ വിഷമങ്ങളൊക്കെ പറയാണ്. അമ്മ ഒറ്റയ്ക്കാണ് ആൽഫനെ നോക്കുന്നത്. ആ ഒരു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം ആൽഫ റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട്. പക്ഷെ അമ്മ ആരോടാണ് സംസാരിക്കുന്നതെന്ന് നമ്മളെ കേൾപ്പിക്കുന്നില്ല. ഇപ്പൊ അമ്മ ആരോടോ സംസാരിക്കല്ലേ, അവൾക്ക് വീട്ടിലിരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്ന് കറങ്ങാൻ ഇറങ്ങാന്ന് വിചാരിച്ച് അവളുടെ ബാഗ് എടുത്ത് അവൾ കറങ്ങാൻ ഇറങ്ങാനായിട്ട് വീട് ചാടാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഒരു മതില് പോലത്തെ സംഭവമുണ്ട്. അവൾ രണ്ടാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അതുവഴി താഴോട്ടിറങ്ങി പോയാൽ മതി. പക്ഷെ സേഫ് അല്ല. അവൾ ജനൽ തുറക്കുമ്പോൾ നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട്. എന്നാൽ അതൊന്നും വകവയ്ക്കാതെ അതിലൂടെ പതിയെ പതിയെ ഇഴഞ്ഞു പോകാനായിട്ട് തുടങ്ങും. എന്നാൽ അങ്ങോട്ട് പോകുമ്പോഴാവട്ടെ ഇത് കിടന്നങ്ങ് കുലുങ്ങാനായിട്ട് തുടങ്ങുകയാണ്. അവൾ താഴെ വീഴുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. അവൾ പേടിച്ചിട്ട് അമ്മ അമ്മ എന്ന് നിലവിളിക്കും. ഈ ഒരു ശബ്ദം കേട്ടിട്ട് അമ്മ ഓടി വന്ന് നോക്കുമ്പോൾ അവിടെ പ്രശ്നമൊന്നുമില്ല. ആൽഫയ്ക്ക് തോന്നിയതാണ് ഈ ഒരു കാര്യങ്ങളെല്ലാം. അവൾ പേടിച്ചിട്ടിരിക്കുമ്പോൾ അമ്മ അകത്തോട്ട് വിളിക്കും. വാ മോളെ അകത്തോട്ട് വാ എന്ന് പറഞ്ഞ് അവളെ വിളിച്ച് അമ്മ മാറിക്കിടക്കാണ്. അമ്മയ്ക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല. അവൾ വീട് ചാടി പോകാൻ ശ്രമിച്ചത് കൊണ്ട് തന്നെ അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ കിടക്കാണ്. പിറ്റേ ദിവസം തന്നെ ആൽഫ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. അവൾക്ക് എന്തെങ്കിലും രോഗങ്ങൾ ആ ടാറ്റു അടിച്ചതിൽ കൂടെ വന്നോന്ന് അറിയാനായിട്ടാണ് അവൾ ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത്. എന്നാൽ അവിടുത്തെ നേഴ്സാണെങ്കിൽ സിറിഞ്ച് കുത്താനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. എനിക്ക് പേടിയാവുന്നെന്ന് പറയുമ്പോൾ നേഴ്സ് സിറിഞ്ച് എടുത്ത് അവളുടെ തന്നെ കൊടുക്കുകയാണ്. അവളും പതിയെ പതിയെ കുത്തി കയറ്റുന്നുണ്ട്. നല്ല വേദന എടുത്ത് കുത്തുന്നുണ്ട്. കട്ട് ചെയ്താൽ വീണ്ടും പഴയ കാലത്തിലോട്ട് പോവാണ്. വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യത്തിലോട്ട് പോവാണ്. നമ്മൾ നേരത്തെ ഒരു കൊച്ചു പെൺകുട്ടീനെയും അതുപോലെ തന്നെ ഒരു മനുഷ്യനെയും കണ്ടില്ലേ, ആ ഒരു കാലഘട്ടത്തിലോട്ട് പോവാണ്. ഒരു ഹോസ്പിറ്റലിൽ ഒരു നേഴ്സ് വരുന്നുണ്ട്. ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആൽഫയുടെ അമ്മ തന്നെയാണ്. ആൽഫയുടെ അമ്മ ഹോസ്പിറ്റലിൽ വന്ന് നോക്കുമ്പോൾ ആരെയും കാണാനില്ല. എന്നാൽ ഒരു നേഴ്സിനെ മാത്രമേ കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. അവർ വന്ന നേഴ്സിനോട് ചൂടാവും. എന്തുകൊണ്ടാണ് ഈ ഹോസ്പിറ്റലിൽ ആളുകളൊന്നും ഇല്ലാത്തത്? ബാക്കിയുള്ള ആൾക്കാർക്ക് എവിടെ പോയി? ഈ രോഗികളെ എപ്പം നോക്കും? ആര് നോക്കും എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ നേഴ്സ് ദേഷ്യപ്പെടും. എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. എല്ലാവരും ഈ രോഗം വരുമെന്നുള്ള പേടി കാരണം ഈ ഹോസ്പിറ്റലിൽ വിട്ടുപോയി. ഞാൻ പിന്നെ എന്റെ ഒരു മനസ്സലിവ് കാരണമാണ് ഇവിടെ നിൽക്കുന്നത്. എന്നോട് നിങ്ങൾ ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് പറയുമ്പോൾ അമ്മ ആകെ വിഷമിച്ച് തിരിച്ച് ഹോസ്പിറ്റലിൽ വരികയാണ്. ആ ഒരു വാർഡിൽ വരികയാണ്. അവിടെ തന്നെ പലതരം പേഷ്യൻസ് ഉണ്ട്. എന്തോ ഒരു പ്രത്യേകതരം അസുഖം ബാധിച്ച പേഷ്യൻസ്. അവരുടെ ശരീരം എല്ലാം എന്തോ പോലെ ആവുന്നുണ്ട്. അതിലൊരു മനുഷ്യൻ അവിടെ കിടപ്പുണ്ട്. അയാളുടെ അടുത്ത് ചെന്ന് അയാളെ ശുശ്രൂഷിക്കുകയാണ്. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ ആൽഫ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരെ ചെല്ലുന്നത് അവളുടെ ക്ലാസ്സിലാണ്. പഠിക്കാനായിട്ട് ക്ലാസ്സിലാണ്. അവിടെ തന്നെ അവളുടെ സാറ് ക്ലാസ് എടുക്കുന്നുണ്ട്. എന്നാൽ സാർ അവള് താമസിച്ചത് കൊണ്ട് തന്നെ ഒന്നും പറയുന്നൊന്നുമില്ല. അവൾ അവളുടെ സീറ്റിൽ പോയി ഇരിക്കുന്നുണ്ട്. ഈ സാറ് ക്ലാസ് എടുക്കുന്ന നേരത്ത് ഈ കുട്ടികൾക്കൊന്നും വലിയ ബഹുമാനമൊന്നുമില്ല. സാറാണ് മുന്നിൽ നിൽക്കുന്നത്, അങ്ങനെ ഒരു ബഹുമാനമൊന്നുമില്ല. സാറിനെ അങ്ങ് കളിയാക്കുകയാണ്. വല്ലാത്ത രീതിയിൽ വിഷമാവുന്ന രീതിയിൽ കളിയാക്കുകയാണ്. എന്നാൽ സാർ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ആൽഫേനെ ഫ്രണ്ടിലോട്ട് വിളിക്കും. കാരണം ആൽഫ മാത്രമേ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നുള്ളൂ. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാമെന്ന് പറഞ്ഞിട്ട് അവളെ വിളിച്ച് ചോദ്യം ചോദിക്കും. അങ്ങനെ അവൾ വന്ന് ഓരോ ഉത്തരമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ പറയുന്ന സമയത്ത് അവിടെ തന്നെ ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു, ഒരു പ്രൊജക്ടർ പോലെ. അതിനകത്ത് ബ്ലഡ് വീഴുമ്പോൾ ബോർഡിൽ ബ്ലഡിന്റെ സ്റ്റെയിൻ കാണിക്കുന്നുണ്ട്. കുട്ടികൾ ഇത് കണ്ട് പേടിയും. ആൽഫ നോക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നാണ് ഈ ചോര വന്നിരിക്കുന്നത്. ആ ടാറ്റു അടിച്ച ഭാഗത്ത് നിന്നാണ് ഈ ചോര വന്നിരിക്കുന്നത്. ഇത് കാണുന്ന സാർ അവളോട് നേഴ്സിനെ പോയി കാണാനായിട്ട് പറയും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ? ബാക്കിയുള്ള കുട്ടികളൊക്കെ പേടിക്കുന്നുണ്ട്. കാരണം ഈ അസുഖം വഴി അല്ലെങ്കിൽ ഈ ബ്ലഡ് വഴി എന്തെങ്കിലും രോഗം ബാക്കിയുള്ള കുട്ടികൾക്ക് പിടിപെട്ടാലോ? അതുകൊണ്ട് തന്നെ ആൽഫേനെ എന്തോ പോലാണ് എല്ലാ ആൾക്കാരും നോക്കുന്നത്. ആൽഫ പെട്ടെന്ന് തന്നെ അവളുടെ ബാഗൊക്കെ എടുത്ത് നേഴ്സിനെ കാണാനായിട്ട് അവിടെ നിന്ന് ഇറങ്ങും. അതുപോലെ നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ ഒരാളെ കണ്ടില്ലായിരുന്നോ, അവളുടെ ഒരു കൂട്ടുകാരൻ.
കൂട്ടുകാരൻ, ഗേൾ ഫ്രണ്ടൊക്കെ ഉള്ള ഒരു കൂട്ടുകാരൻ. ആ കൂട്ടുകാരൻ ഞാൻ ആൽഫനെ നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നുണ്ട്. പക്ഷെ ആ പയ്യന്റെ ഗേൾ ഫ്രണ്ടിന് ഇത് ഇഷ്ടപ്പെടുന്നില്ല. ഒരു പെൺകുട്ടിയുടെ പിന്നാലെ അവൻ പോകുന്നത് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കൂട്ടുകാരനും ആൽഫയും കൂടെ നേരെ ചെല്ലുന്നത് ബാത്റൂമിലാണ്. അവിടെ പോയി നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. നേഴ്സിനെ ഒന്നും കാണാൻ പോയില്ല അവര്. ക്ലാസ് കട്ട് ചെയ്ത് വന്ന് നിന്ന് സിഗരറ്റ് വലിക്കുകയാണ്. ഈ സിഗരറ്റ് വലിക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും അട്രാക്ഷൻ തോന്നിയിട്ട് കൂട്ടുകാരന് ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നുള്ള കാര്യം പോലും മറന്നുപോയിട്ട് അവളുമായിട്ട് കിസ് ചെയ്യാനായിട്ട് തുടങ്ങും. കിസ് ചെയ്ത് കൂട്ടുകാരൻ അവളുടെ പ്രൈവറ്റ് പാർട്ടിൽ പിടിക്കുമ്പോൾ അവൾക്കത് ഇഷ്ടപ്പെടത്തില്ല. പതി അവനെ തള്ളി മാറ്റാണ്. ഞാൻ ഇതിന് റെഡിയല്ല എന്ന് പറയുമ്പോൾ അവൻ മാറിപ്പോയി മൂത്രം ഒഴിക്കും. എന്നാൽ അവൾക്ക് അവനെ ചെറുതായിട്ട് ഇഷ്ടമുണ്ട് കേട്ടോ. അവളിങ്ങനെ നാണിച്ച് നോക്കിയൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവൾ അതിന് റെഡിയല്ല. അതുമാത്രമല്ല കൂട്ടുകാരൻ ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. എന്നിട്ടാണ് അവൻ ഈ ഒരു പരിപാടി ചെയ്യുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ ഇവരെല്ലാരും മൈനേഴ്സ് ആണ്. 13-14 വയസ്സേ ഉള്ളൂ. ഒരിക്കലും 18 ആയിട്ടില്ല. ഇത് കഴിഞ്ഞ് അവള് വീട്ടിൽ വന്ന് നോക്കുമ്പോൾ വീടെല്ലാം വാരി പിരുത്തിട്ടേക്കാണ്. അതുപോലെ തന്നെ വീട്ടിൽ ആരും ഇല്ല. വീട്ടിൽ ആരോ കയറി വന്നതുപോലെ. അതുകൊണ്ട് തന്നെ അവൾ അമ്മ അമ്മ എന്ന് വിളിച്ച എല്ലാ സ്ഥലത്തും പരതും. അവസാനം പരതി ഒരു റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ഒരു മനുഷ്യനെ കണ്ടില്ലേ, ആ മനുഷ്യൻ അവിടെ കിടക്കുന്നു. നിങ്ങൾ ആരാന്ന് ചോദിച്ച് അവൾ പേടിച്ച് ഉടനെ തന്നെ ഓടി അടുക്കളയിൽ വന്നൊരു കത്തി എടുക്കുന്നുണ്ട്. അയാൾ ഇൻ കേസ് അവളെ ഉപദ്രവിക്കുവാണെങ്കിൽ അയാളെ കുത്തി നശിപ്പിക്കാനായിട്ട്. അയാൾ ആരാണെന്ന് അവൾക്ക് അറിയത്തില്ല. അയാളും പിന്നാലെ വന്നിട്ടുണ്ട്. എന്നാൽ അയാൾ അത് വലിയ കാര്യമൊന്നും ആക്കാതെ അയാള് ആൽഫയോട് പറയും, ഞാൻ നിന്റെ അങ്കിളാണ്, നിന്റെ അമ്മയുടെ സഹോദരനാണെന്ന്. പക്ഷെ അവൾക്ക് ഇങ്ങനെ ഒരു അങ്കിളിനെ അറിയത്തില്ല. അവൾ പേടിച്ച് കത്തിയും കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ അങ്കിൾ ഇത് മൈൻഡ് ചെയ്യാതെ കത്തിയൊക്കെ പിടിച്ച് മാറ്റി ഒരു സിഗരറ്റും വലിച്ച് അവിടെ നിന്ന് മാറിപ്പോവും. പിന്നീട് ഈ അങ്കിളിന്റെ പിന്നാലെ തന്നെ അവളും പോയിരുന്ന് TV കാണും. അതല്ല അവളുടെ കയ്യിൽ തന്നെ കത്തിയും പിടിച്ചിട്ടുണ്ട്. ഇയാൾ അങ്കിളാണെന്ന് ഉറപ്പൊന്നുമില്ല. ഇനി അമ്മ വന്നാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ആരും ഇല്ലാത്ത നേരത്ത് വീട്ടിന്റെ അകത്ത് കയറി അങ്ങനെ ഇരുന്നു. പക്ഷേ ആ ഒരു മനുഷ്യൻ ആൽഫനെ ഒന്നും ചെയ്യുന്നൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോഴായിരിക്കും അമ്മ വീട്ടിലോട്ട് വരുന്നത്. അമ്മയുടെ അടുത്ത് ഓടിച്ചെന്ന് ആൽഫ ചോദിക്കും, ഇത് നിങ്ങളുടെ സഹോദരനാണോ എന്ന്. അമ്മ അതെ, ഇതെന്റെ സഹോദരനാണ്, അതായത് നിന്റെ അങ്കിളായിട്ട് വരുമെന്ന് പറയും. അതുപോലെ തന്നെ അങ്കിളിന് ബഹുമാനപൂർവ്വം ഒരു മുത്തം കവിളിൽ കൊടുത്തേന്ന് പറയും. എന്നാൽ അവൾക്ക് കണ്ട ആൾക്കാരെ ഉമ്മ വയ്ക്കാനായിട്ടൊന്നും താല്പര്യമില്ല. അവൾക്ക് ഇങ്ങനെ ഒരു അങ്കിൾ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. അതൊന്നും പറ്റില്ല എന്ന് പറയുമ്പോൾ അമ്മ നിർബന്ധിക്കും. അവസാനം അവൾ നിർബന്ധത്തിന് വഴങ്ങി ഒരു ഉമ്മ അങ്കിളിന് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അമ്മ പറയുന്നുണ്ട്, അങ്കിൾ ഇനി മുതൽ ആൽഫയുടെ റൂമിലായിരിക്കും കിടക്കാൻ പോണേന്ന്. പക്ഷെ ആൽഫയ്ക്ക് അത് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അവൾക്ക് സ്വന്തമായിട്ട് ഒരു റൂം വേണം. അവളുടെ റൂം വിട്ടുകൊടുക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുമ്പോൾ അമ്മ കേൾക്കില്ല. ഇതെന്റെ വീടാണ്, ഞാൻ പറയുന്ന കണക്ക് കേൾക്കണമെന്ന് പറയുമ്പോൾ ആൽഫ അവിടെ നിന്ന് പിണങ്ങിപ്പോവും. ആൽഫ പിണങ്ങിപ്പോയതിനു ശേഷം അങ്കിൾ ആൽഫനെ കളിയാക്കുകയാണ്. ആ ഒരു കത്തി എടുത്ത് കാണിച്ചിട്ട്, അമ്മയുടെ മുമ്പിൽ ആ കത്തി എടുത്ത് കാണിച്ചിട്ട്. കാരണം അങ്കിളിനെ കണ്ടപ്പോൾ അവള് കത്തി എടുത്തില്ലായിരുന്നോ അങ്കിളിനെ ഉപദ്രവിക്കാനായിട്ട്. അങ്കിൾ അവളെ ഉപദ്രവിക്കും എന്നുള്ളൊരു പേടി കാരണമാണ് അവൾ കത്തിയെടുത്തത്. അതും പറഞ്ഞിട്ടാണ് രണ്ടുപേരും കൂടെ ചിരിക്കുന്നത്. വീണ്ടും പഴയ കാലത്തിലോട്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കാണുന്ന ആ പഴയ കാലഘട്ടത്തിലോട്ട് വന്നാൽ ആൽഫയുടെ അമ്മ വീട്ടിലോട്ട് കയറി വരികയാണ്. വീട്ടിലോട്ട് കയറി വരുമ്പോഴാവട്ടെ സ്റ്റെപ്പിൽ തന്നെ ഈ ഒരു അങ്കിള് കുഴഞ്ഞു വീണ് കിടപ്പുണ്ട്. ഓർക്കണം, ഇത് പഴയ കാലമാണ്. ഇത് കണ്ടതും ആകെ ടെൻഷൻ ആവുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അങ്കിളിനെയും വലിച്ച് വീടിനുള്ളിലോട്ട് കയറി ചെല്ലും. അതുപോലെ തന്നെ ഈ അമ്മയ്ക്ക് വേറെ തന്നെ സഹോദരങ്ങളും അതുപോലെ തന്നെ അമ്മയുണ്ട്. അവരെല്ലാവരും വീടിനുള്ളിലുണ്ടായിരുന്നു. അമ്മ അങ്കിളിനെയും വലിച്ച് റൂമിൽ ചെന്നിട്ട് കട്ടിലിൽ കടത്തുകയാണ്. ഈ അങ്കിളിന് മറ്റൊന്നും പറ്റിയതല്ല, ഡ്രഗ്സ് ഉപയോഗിക്കും. നല്ല രീതിയിൽ ഡ്രഗ്സ് ഉപയോഗിക്കും. അത് നല്ല നീഡിൽ കൊണ്ടല്ല ഉപയോഗിക്കുന്നത്. ആൾക്കാർ ഉപയോഗിച്ച നീഡിൽ കൊണ്ട് അത് ഷെയർ ചെയ്ത് ഉപയോഗിക്കും. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം പിടിക്കും. ഇപ്പൊ ഡ്രഗ്സ് ഉപയോഗിച്ച് ആകെ അവശതപ്പെട്ട് മരണനിലയിൽ കിടക്കുകയാണ്. എന്തായാലും അങ്കിള് മരണപ്പെട്ടു പോകും CPR കൊടുത്തില്ലേ. അതുകൊണ്ട് തന്നെ അമ്മ നല്ല രീതിയിൽ CPR കൊടുക്കുകയാണ്. അങ്ങോട്ട് ഈ അമ്മയുടെ അമ്മ വരും, അതായത് ആൽഫയുടെ മുത്തശ്ശി വന്നിട്ട് എന്തോ ഒരു മാന്ത്രിക വെള്ളം എന്ന് പറഞ്ഞ് ആ മാന്ത്രിക വെള്ളം ഈ അങ്കിളിന്റെ വായിലോട്ട് ഒഴിക്കാനായിട്ട് ശ്രമിക്കും. വയ്യാതെ കിടക്കുന്ന ആളിന്റെ വായിലോട്ട് ഒഴിക്കാനായിട്ട് ശ്രമിക്കും. അതുകൊണ്ട് തന്നെ ഈ അമ്മ നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. അമ്മ ഒരു ഡോക്ടറാണ്, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറഞ്ഞ് അവരെ ഇറക്കി വിടും നല്ല രീതിയിൽ ദേഷ്യപ്പെട്ടിട്ട്. അങ്ങനെ അമ്മ എങ്ങനെയെങ്കിലുമൊക്കെ CPR കൊടുത്ത് ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിന് ശേഷം അങ്കിളിനെ തിരിച്ച് ജീവനിലോട്ട് കൊണ്ടുവരികയാണ്. അയാൾ തിരിച്ച് എണീറ്റ് വന്നിട്ടുണ്ട്. അമ്മ ആകെ വിഷമപ്പെട്ട് ക്ഷീണിച്ച് അവിടെ മാറിയിരിക്കുകയാണ്. സ്വന്തം സഹോദരൻ ഡ്രഗ്സ് ഉപയോഗിച്ചപ്പോൾ മരണപ്പെട്ടു പോയതിനെ എങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നതാണ്. അങ്ങനെ വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ ആൽഫ ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് വീണ്ടും ബ്ലഡ് എടുക്കാൻ വരാനായിട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആൽഫ അവിടെ വന്നിരിക്കുകയാണ്. ആൽഫ അവിടെ വന്നിരിക്കുമ്പോഴാവട്ടെ അവളുടെ ടീച്ചറിന്റെ ഏതോ ഒരു ബന്ധുവിനും ഈ ഒരു അസുഖം പിടിപെട്ടിട്ടുണ്ട്. എന്തോ ഒരു തരം അസുഖം. ടീച്ചറും ആ ഒരു ബന്ധു അവിടെ വന്നിരിക്കുമ്പോൾ ആൽഫയും അതുപോലെ തന്നെ ആ ബന്ധുവൊക്കെ ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. എന്തായാലും പിന്നീട് അവള് ബ്ലഡ് എടുക്കാനായിട്ട് അത് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ബ്ലഡ് ഒക്കെ എടുത്തു കഴിഞ്ഞിട്ട് അവൾ നേരെ ചെല്ലുന്നത് സ്കൂളിലാണ്. അവിടെ ചെന്നിട്ട് വോളിബോൾ കളിക്കും. അവളുടെ ഓപ്പോസിറ്റ് കളിക്കുന്നത് അവളുടെ കൂട്ടുകാരന്റെ ഗേൾ ഫ്രണ്ട് ആണ്. ഈ ഗേൾ ഫ്രണ്ടിന് അറിയാം കൂട്ടുകാരന് അവളോട് എന്തൊക്കെയോ ഒരു ഇഷ്ടമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ആ ഒരു വാശിയിലാണ് കളിക്കുന്നത്. ആൽഫയും തിരിച്ച് അതുപോലെ തന്നെയാണ് കളിക്കുന്നത്. ഈ കളിയുടെ ഇടയിൽ ഗേൾ ഫ്രണ്ടിന്റെ കയ്യിൽ ബ്ലഡ് പറ്റുന്നുണ്ട്. ബോളിൽ നിന്ന് പറ്റിയതാണ്. എങ്ങനെ പറ്റിയതാണെന്ന് നോക്കിയപ്പോൾ ആൽഫയുടെ കയ്യിൽ നിന്ന് വീണ്ടും രക്തം വന്നിട്ടുണ്ട്. അവളുടെ കയ്യിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് രക്തം വരുന്നുണ്ട്. ഇത് കാണുന്ന സാർ അവളുടെ അടുത്ത് വന്ന് അവളോട് മാറിപ്പോവാനായിട്ട് പറയും. കുറച്ചു നേരത്തേക്ക് കളിക്കണ്ട, ഈ കൈ വെച്ച് കളിക്കേണ്ട, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുമെന്ന് പറഞ്ഞ് അവളെ മാറ്റിവിടും. അവൾ അങ്ങനെ മാറി വന്ന് വിഷമിച്ചിരിക്കുമ്പോഴാവട്ടെ കൂട്ടുകാരൻ അവളോട് വന്ന് സംസാരിക്കും. അവർ സംസാരിക്കുന്നത്
മറ്റൊന്നിനെയും പറ്റിയല്ല, ഈ കൂട്ടുകാരന് പേടിയുണ്ട്. ഇനിയിപ്പോൾ ആൽഫയ്ക്ക് ആ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിൽ നേരത്തെ കിസ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ഇവനും ആ രോഗം പിടിപെട്ട് കാണണമല്ലോ. ആ ഒരു പേടിയിൽ അവളോട് സംസാരിക്കുമ്പോൾ അവൾ ഉറക്കെ ചോദിക്കും, നീ എന്തിനാണ് എന്നെ കിസ് ചെയ്തത് അത്ര പേടിയാണെങ്കിൽ? ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അവന് കൂടുതലായിട്ടൊന്നും പറയാനായിട്ട് സാധിക്കുന്നില്ല. കാരണം ഗേൾ ഫ്രണ്ട് അവിടെ കേട്ടിരിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ആൽഫയോട് കൂടുതൽ സംസാരിക്കുന്നില്ല. സ്കൂളൊക്കെ കഴിഞ്ഞിട്ട് ആൽഫ, അമ്മ, അതുപോലെ തന്നെ അങ്കിള് ഇവരെല്ലാരും കൂടെ ഇവരുടെ കുടുംബ വീട്ടിൽ ചെല്ലുന്നുണ്ട്. കുടുംബ വീട്ടിലോട്ട് പോകാൻ നേരത്ത് സ്റ്റെപ്പിൽ തന്നെ കുറച്ച് ആൾക്കാർ കിടപ്പുണ്ട്. അതും ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടാണ്. ഇത് കാണുന്ന അമ്മ അടുത്ത് ചെന്ന് അവരോട് ദേഷ്യപ്പെടും. എന്റെ അനിയനെ കാണാൻ നിങ്ങൾ ഡ്രഗ്സ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ തീരുമാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് അവരെയും മിരട്ടി അങ്കിളിനെയും വിളിച്ച് ആൽഫനെയും വിളിച്ച് കുടുംബ വീട്ടിലോട്ട് കയറി ചെല്ലും. അങ്ങനെ അവരവിടെ കുറെ നേരം സ്പെൻഡ് ചെയ്യാണ്. ഈ അങ്കിളിനോട് ആരും മിണ്ടുന്നൊന്നുമില്ല, കണ്ട ഭാവം പോലും കാട്ടുന്നില്ല. ചിലപ്പോൾ ഡ്രഗ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് കൊണ്ടാവാം, എന്നാലും മിണ്ടുന്നത് ആൽഫയും അതുപോലെ തന്നെ അമ്മയും മാത്രമാണ്. ഇവരിങ്ങനെ ആഘോഷിക്കുന്ന നേരത്ത് ആൽഫയുടെ അങ്കിൾ ആണെങ്കിൽ ആരും കാണാതെ ഒരു സ്ഥലത്തോട്ട് കയറി പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അമ്മ അങ്കിൾ എന്തെന്ന് അറിയാനായിട്ട് അങ്കിളുടെ പിന്നാലെ ചെല്ലും. അതിന്റെ പിന്നാലെ ആൽഫയും കുറച്ച് കഴിയുമ്പോൾ ചെല്ലും. ആൽഫ അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഈ അങ്കിള് വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിച്ചു ബോധമില്ലാതെ താഴെ കിടന്ന് പിടയുന്നു. അങ്ങനെ അമ്മ ശുശ്രൂഷ കൊടുക്കുകയാണ്. എന്തൊക്കെയോ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കുത്തി CPR കൊടുത്തോണ്ടിരിക്കുകയാണ്. ആൽഫേനെ കണ്ടതും അവളെ ചീത്ത പറഞ്ഞ് ഡോറങ്ങ് അടയ്ക്കുകയാണ്. അവളാകെ പേടിച്ച് തിരിച്ചു വരുമ്പോഴായിരിക്കും മുത്തശ്ശി അങ്ങോട്ട് വരിക. മുത്തശ്ശി അമ്മ എവിടെ പോയെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല, അമ്മ അകത്ത് ഉറങ്ങുകയാണ്, അമ്മയ്ക്ക് നല്ല തലവേദനയാണെന്ന് മാത്രമേ പറയുന്നുള്ളൂ, അങ്കിള് ഡ്രഗ്സ് ഉപയോഗിച്ച കാര്യമൊന്നും പറയുന്നില്ല. മുത്തശ്ശി അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. അവൾ നല്ല പേടിച്ചിരിപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മുത്തശ്ശി സമാധാനപ്പെടുത്തിയത്. വീണ്ടും പഴയ കാലത്തിലോട്ട് പോയാൽ അമ്മ ഒരു ഡോക്ടർ ആണല്ലോ. ഈ ചുരുണ്ട മുടിയുള്ള സമയത്ത് പഴയ കാലം, അമ്മയുടെ ചുരുണ്ട മുടിയുള്ള സമയത്ത് പഴയ കാലം, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് മുടിയുള്ള സമയത്ത് പുതിയ കാലമാണ്. മറക്കല്ലേ, രണ്ട് കാലം മാറി മാറിയാണ് വരുന്നത്. അമ്മ ഹോസ്പിറ്റലിലാണ് ഇപ്പൊ പഴയ കാലത്ത് വർക്ക് ചെയ്യുന്നത്. അമ്മ ഒരു ഡോക്ടർ ആണല്ലോ. പുറത്ത് നല്ല ആളും കൂട്ടവും ഉണ്ട്. എന്താണെന്ന് അറിയാനായിട്ട് പുറത്ത് ചെന്ന് നോക്കുമ്പോഴാവട്ടെ ഒരുപാടധികം രോഗികൾ വന്ന് നിപ്പുണ്ട്. ഹോസ്പിറ്റലിന്റെ അകത്ത് കയറാനായിട്ട് സാധിക്കാതെ സെക്യൂരിറ്റിമാർ അകത്തോട്ട് കയറി വിടുന്നില്ല. കാരണം കുറെ അധികം രോഗികളെ കൊണ്ട് പെരുകിയിട്ടുണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലുള്ള ഡയറക്ടേഴ്സ് ഈ ഒരു തീരുമാനമാണ് എടുത്തേക്കുന്നത്, ഇനി രോഗികളെ അകത്തോട്ട് കയറ്റണ്ടെന്ന്. എന്നാൽ അമ്മയ്ക്ക് അങ്ങനെ ചെയ്യാനായിട്ട് സാധിക്കുമോ? അമ്മ ഒരു ഡോക്ടറല്ലേ. അതുകൊണ്ട് തന്നെ പുറത്തോട്ടിറങ്ങി സെക്യൂരിറ്റിമാരെ എല്ലാരെയും പറഞ്ഞു മനസ്സിലാക്കി കുറച്ചധികം രോഗികളെ മാത്രം അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. രോഗികളെ മാത്രം, അവരുടെ ബന്ധുക്കളെയോ അവരുടെ കൂടെ വന്ന ആൾക്കാരെയോ ആരെയും അകത്തോട്ട് കയറ്റുന്നില്ല. രോഗികളെ മാത്രം വിളിച്ചു കൊണ്ടുപോവാണ്. ഈ രോഗികളുടെ ദേഹം ഒരു വല്ലാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അതെന്തോ ഒരു തരം വൈറസ് ബാധിച്ചിട്ടാണ് ഇങ്ങനൊരു സംഭവം സംഭവിക്കുന്നത്. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ പിറ്റേ ദിവസം ആകുമ്പോൾ ആൽഫ സ്കൂളിൽ പോകുന്നുണ്ട്. ഇന്ന് അവിടെ സ്വിമ്മിംഗ് ക്ലാസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവൾ ഒരുങ്ങാനായിട്ട് റൂമിൽ കയറിയിട്ട് തിരിച്ചിറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ നടക്കുന്നില്ല. ആരൊക്കെ പുറത്തുനിന്ന് പിടിച്ചിട്ടുണ്ട്. കൂട്ടുകാരന്റെ ഗേൾ ഫ്രണ്ടും അതുപോലെ തന്നെ വേറെ ഏതോ ഒരു ഫ്രണ്ടാണ്. നിന്റെ കയ്യിൽ മുറിവുണ്ട്, അത് ബാക്കിയുള്ള ആൾക്കാർക്ക് കൂടെ ബാധിക്കപ്പെടും, ആ ഒരു അസുഖം പിടിപെടും, നിനക്കെന്തോ മാറാരോഗമായിട്ടുള്ള അസുഖമുണ്ട്, അതുകൊണ്ട് നീ സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞ് അവളെ പിടിച്ചു വെക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അവൾ തള്ളി തുറന്ന് പുറത്തോട്ട് വന്ന് ഗേൾ ഫ്രണ്ടിന്റെ മുഖത്തെല്ലാം നക്കാനായിട്ട് തുടങ്ങും. അതുപോലെ തന്നെ കൂട്ടിൽ നിന്ന മറ്റൊരു പെൺകുട്ടി ഉണ്ടല്ലോ, ആ പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് അവളുടെ മുഖത്ത് നോക്കി കാർക്കിച്ചൊരു തുപ്പലാണ്. അതിനുശേഷം അവൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ ചെല്ലും. അങ്ങനെ നീന്തി കളിക്കുകയാണ്. ഈ നീന്തുന്ന നേരത്താവട്ടെ നേരത്തെ അവളെ ഉപദ്രവിച്ച ആ രണ്ട് പെൺപിള്ളേർ വന്ന് അവളെ ഉപദ്രവിക്കാനായിട്ട് ശ്രമിക്കും. ഗേൾ ഫ്രണ്ട് ആണെങ്കിൽ ആൽഫനെ വെള്ളത്തിൽ മുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ആൽഫ എങ്ങനെയെങ്കിലുമൊക്കെ പേടിച്ച് നീന്തി അവളിൽ നിന്ന് രക്ഷപ്പെട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതും പിന്നിലോട്ട് തിരിഞ്ഞു നോക്കിയാണ് പോകുന്നത്. എന്നാൽ ഇവളിങ്ങനെ തിരിഞ്ഞു നോക്കി പോകുന്നത് കൊണ്ട് തന്നെ ഫ്രണ്ടില് ആ ഒരു ഭിത്തിയിൽ പോയി തലയിടിച്ച് കുറച്ചു നേരത്തേക്ക് അവളുടെ ബോധം പോവും. തലയും മുറിഞ്ഞിട്ടുണ്ട്. ചുറ്റും രക്തം സ്പ്രെഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഈ ഒരു രക്തം സ്പ്രെഡ് ആവുന്നത് കണ്ടതും എല്ലാ കുട്ടികളും പേടിച്ചിട്ട് സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തോട്ട് കയറാനായിട്ട് തുടങ്ങും. കാരണം ഈ ബ്ലഡിൽ നിന്ന് എന്തെങ്കിലും ഒരു രോഗം ഇവർക്ക് പിടിപെട്ടാലോ, ഒരു വല്ലാത്ത രോഗികളുടെ കാലത്തിലാണ് ജീവിക്കുന്നത്. ഒന്ന് ബ്ലഡ് ദേഹത്ത് തട്ടിയാൽ മതി, എല്ലാവർക്കും ബാധിക്കപ്പെടും. എല്ലാവർക്കും ജീവനിൽ കൊതിയുള്ളത് കൊണ്ട് തന്നെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ നിന്ന് പുറത്തോട്ടിറങ്ങും. അന്ന് രാത്രി അവള് വീട്ടിൽ വന്ന് കിടന്നുറങ്ങുകയാണ്. ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവൾക്ക് കുഴപ്പമൊന്നുമില്ല, തല മുറിഞ്ഞെന്നേ ഉള്ളൂ. അങ്കിളും തൊട്ടടുത്ത് തന്നെ അവളുടെ റൂമിൽ കിടന്നുറങ്ങുന്നുണ്ട്. അവള് രാത്രി എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എണീറ്റ് നോക്കുമ്പോഴാവട്ടെ അങ്കിള് തൊട്ടടുത്തിരുന്ന് വിറയ്ക്കാനായിട്ട് തുടങ്ങുന്നു. അങ്കിളിന് എന്തോ ഒരു രോഗമുണ്ട്, അതിലുപരി ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഈ വിറയല് കാരണം ആൽഫ അമ്മേനെ വിളിക്കാനായിട്ട് പോകുമ്പോൾ അങ്കിള് സമ്മതിക്കത്തില്ല. എന്തായാലും അമ്മ വന്ന് അങ്കിളിനെ ഒരുപാട് ചീത്ത പറയും ഡ്രഗ്സ് ഉപയോഗിച്ചെന്ന് അറിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ആൽഫ അങ്കിളിനെ വന്ന് കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തുകയാണ്. മുതുക് തുരയ്ക്കുന്നുണ്ട് ഈ അസുഖം പെട്ടെന്ന് തന്നെ കുറയാനായിട്ട്. ഈ അങ്കിളിന്റെ അവസ്ഥ കണ്ട് അവളും കരയുന്നുണ്ട്, അങ്കിളും കരയുന്നുണ്ട്. ഡ്രഗ്സ് ഉപയോഗിച്ച് അങ്കിളിന് ആ ഒരു നീഡിൽ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എന്തോ ഒരു രോഗം പിടിപെട്ടിട്ടുണ്ട്. നേരത്തെ നമ്മൾ കുറച്ചധികം മനുഷ്യരെ കണ്ടില്ലായിരുന്നോ, എന്തോ ഒരു രൂപത്തിലുള്ള മനുഷ്യര്. ആ ഒരു രൂപത്തിലോട്ട് അങ്കിളും എന്തായാലും മാറിപ്പോവും. എന്തായാലും അങ്കിളിനെ സമാധാനപ്പെടുത്തി രോഗം അത്യാവശ്യം കുറയ്ക്കുന്നുണ്ട്. പിറ്റേ ദിവസം ആൽഫ അമ്മേനെയും കൊണ്ടാണ് സ്കൂളിൽ ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം സ്വിമ്മിംഗ് പൂളിൽ തല പൊട്ടിയല്ലോ, അങ്ങനെ ഒന്നും ചെയ്യാനായിട്ട് പാടില്ല, അത് ബാക്കിയുള്ള കുട്ടികളെ കൂടെ ഒരുപാട് പേടിപ്പിച്ചിട്ടുണ്ട്. അതിനൊരു എക്സ്പ്ലനേഷൻ പറയാനായിട്ടാണ് അമ്മേനെ സ്കൂളിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അങ്ങനെ അമ്മ വന്ന് അതൊക്കെ സോൾവ് ചെയ്യുന്നുണ്ട്. പിന്നീട് ആൽഫ ക്ലാസ്സിലോട്ട് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴാവട്ടെ സാർ ഇന്ന് നല്ല വിഷമത്തിലാണ് വന്നേക്കുന്നത്. എന്താണെന്ന് അവൾക്ക് അറിയത്തില്ല. എന്നാൽ ബാക്കിയുള്ള കുട്ടികൾ ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. അവരവർക്ക്
അവരവരുടെ കാര്യം. ആൽഫ നോക്കുമ്പോഴാവട്ടെ സാർ അവിടെ ഇരുന്ന് ആകെ വിഷമിച്ച് കരയുന്നു. ചിലപ്പോ അന്ന് സാറിന്റെ കൂടെ വന്നത് സാറിന്റെ അച്ഛനായിരിക്കാം. ആ അച്ഛൻ മരണപ്പെട്ടു പോയി കാണാം ആ ഒരു രോഗം കാരണം. ആൽഫയ്ക്ക് അതാണ് മനസ്സിലാവുക. ഈ നേരം അമ്മയും അതുപോലെ തന്നെ അമ്മയുടെ ക്ലിനിക്കിൽ വർക്ക് ചെയ്യുന്ന നേഴ്സും കൂടെ ക്ലിനിക്കിലുണ്ട്. ഈ നേഴ്സിനെ മനസ്സിലായോ? നേരത്തെ ആൽഫനെ ചെക്ക് ചെയ്ത ആ നേഴ്സ് തന്നെയാണ്. ആൽഫയുടെ ബ്ലഡ് ടെസ്റ്റ് പരിശോധിച്ച് നോക്കുമ്പോൾ രോഗങ്ങളൊന്നുമില്ല. ഈ രോഗം തിരിച്ചറിയാനായിട്ട് കുറച്ചുകൂടെ സമയം എടുക്കും. പക്ഷെ ഇപ്പോഴത്തെ ബ്ലഡ് ടെസ്റ്റിലൊന്നും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സമയം എടുത്ത് നോക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നീട് ആൽഫനെ സ്കൂൾ കഴിഞ്ഞ് അമ്മ വിളിച്ചോണ്ട് വന്ന് അവളുടെ ശരീരം എല്ലാം പരിശോധിച്ച് നോക്കും. എന്തെങ്കിലും ഒരു മാറ്റം വന്നോ അല്ലെങ്കിൽ രോഗം പിടിപെട്ടിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട്. എന്നാൽ അവൾ ഈ പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് എന്തോ പേടി വരുന്നത് പോലെ, അവൾക്ക് എന്തോ പോലെ തോന്നുന്നുണ്ട്. അവള് കട്ടിൽ കിടന്ന് പെടയാനായിട്ട് തുടങ്ങും. അമ്മ എനിക്ക് പേടിയാവുന്നു, ഈ സാധനങ്ങളെല്ലാം മാറ്റിവേ എന്നൊക്കെ പറഞ്ഞ് പെടയുമ്പോൾ അമ്മ അവളെ കെട്ടിപ്പിടിച്ച് സമാധാനപ്പെടുത്തും. ഒന്നുമില്ല മോളെ, ഞാനൊരു ഡോക്ടറല്ലേ, അതുമല്ല ഞാനൊരു അമ്മയാണ്, മോൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിയതാന്ന് പറഞ്ഞ് അവളെ സമാധാനപ്പെടുത്തും. അന്ന് രാത്രി അമ്മ വീട്ടിൽ വന്നിട്ട് എല്ലാവരും ഉറങ്ങിയതിനു ശേഷം കുറെ അധികം ബുക്കുകളൊക്കെ നോക്കി പഠിക്കുന്നുണ്ട്. ഈ രോഗത്തിന് എന്തെങ്കിലും മരുന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്ന് നോക്കിയിട്ട്. എന്നാൽ എത്ര പഠിച്ചിട്ടും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നില്ല. അമ്മയുടെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമ്മയുടെ കയ്യിൽ ഒരു നീഡിൽ വെച്ച് മുറിവുണ്ടാക്കി നേരെ ആൽഫയുടെ റൂമിൽ ചെല്ലും. ആൽഫയുടെ കയ്യിലും പിടിക്കും നീഡിൽ വെച്ച് കുത്തി മുറിവുണ്ടാക്കാനായിട്ട്. എന്നാൽ അവൾ ഉറക്കത്തിൽ നിന്ന് ചാടി എണീക്കുമ്പോൾ അമ്മ പറയും, നിനക്ക് എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിൽ അമ്മയ്ക്ക് അത് കണ്ടു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല, അമ്മയ്ക്കും ആ രോഗം വേണം, നമുക്ക് ഒരുമിച്ച് മരിക്കാന്ന് പറഞ്ഞ് ആൽഫയുടെ കയ്യിൽ നീഡിൽ വെച്ച് കുത്തി കുറച്ചധികം ബ്ലഡ് പുറത്തോട്ടെടുക്കും. എന്നിട്ട് അമ്മയുടെയും അവളുടെയും കൈ ഒരുമിച്ച് തട്ടിക്കുകയാണ്. അവളിൽ നിന്ന് രോഗം പാസ്സാവാനായിട്ട്. ആൽഫ മരണപ്പെട്ടു പോവാണെങ്കിൽ അമ്മയ്ക്ക് ഇനി ജീവിക്കേണ്ട. ഈ ഒരു കാര്യമെല്ലാം ചിന്തിച്ച് രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തിട്ട് അമ്മയും മോളും കൂടെ കെട്ടിപ്പിടിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. വീണ്ടും പഴയ കാലത്തിലോട്ട് വന്നാൽ അമ്മ ഹോസ്പിറ്റലിൽ പണിയെടുക്കുമ്പോൾ ആ ഹോസ്പിറ്റലിൽ ആരുമില്ല. കുറെ അധികം രോഗികളും ഒരു നേഴ്സും മാത്രമാണ് അവിടെ ഉള്ളത്. നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ അമ്മയോട് ദേഷ്യപ്പെട്ട ഒരു നേഴ്സിനെ കണ്ടില്ലേ, ആ നേഴ്സ് മാത്രം. ആ നേഴ്സ് എല്ലാ രോഗികളെയും ശുശ്രൂഷിക്കുന്നുണ്ട്. അമ്മയും ബാക്കിയുള്ള രോഗികളെ ശുശ്രൂഷിക്കാനായിട്ട് അടുത്തോട്ട് ചെല്ലുകയാണ്. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ ആൽഫ അങ്കിൾ റൂമിൽ ഇരിപ്പുണ്ട്. ആൽഫ ഇപ്പൊ സ്കൂളിലൊന്നും പോകുന്നില്ല. അവളുടെ അമ്മ അവളെ സ്കൂളിലൊന്നും വിടാറില്ല. കാരണം എന്തെങ്കിലും രോഗം ഉണ്ടെങ്കിലോ. അങ്ങനെ ആൽഫ അങ്കിളും കൂടെ ഓരോ കാര്യങ്ങൾ സംസാരിക്കുകയാണ്. വീണ്ടും നമ്മളെ പഴയ കാലത്തിലോട്ട് കൊണ്ടുപോവാണ്. അമ്മ ആൽഫയുടെ അങ്കിളിനെ, അതായത് അമ്മയുടെ സഹോദരനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ആ രോഗം ചെക്ക് ചെയ്യാണ്. ഇപ്പൊ അങ്കിളിന്റെ മുതുക് നോക്കുമ്പോഴാവട്ടെ ആ രോഗം നല്ല രീതിയിൽ ബാധിക്കപ്പെട്ടിട്ടുണ്ട്. അതിന്റെ സാമ്പിൾ എടുക്കുമ്പോൾ മുതുക് പൊട്ടിയിട്ട് ചെറിയ രീതിയിൽ എന്തോ ഒരു മണൽത്തരി പോലെ സംഭവങ്ങൾ താഴോട്ട് പോകുന്നുണ്ട്. അത് അമ്മ പെട്ടെന്ന് തന്നെ ടിഷ്യൂ വെച്ച് തുടക്കുകയാണ്. വീണ്ടും പതിയെ പതിയെ സാമ്പിൾ എടുക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ സാമ്പിൾ എടുക്കുമ്പോഴാവട്ടെ പെട്ടെന്ന് തന്നെ ഈ അങ്കിള് വേദന കൊണ്ട് കരയാനായിട്ട് തുടങ്ങും. നോക്കുമ്പോ ഈ മുതുകിന്റെ പിൻഭാഗം എല്ലാം മൊത്തത്തിൽ പൊടിഞ്ഞ് താഴെ വീണിട്ടുണ്ട്. ആ അസുഖം ബാധിച്ചതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. അമ്മ ആകെ പേടിച്ചു പോകും. പെട്ടെന്ന് തന്നെ അമ്മ ടെൻഷനായിട്ട് എന്തോ ഒരു ബാൻഡേജ് എടുത്ത് അങ്കിളിന്റെ വയറ്റിന് ചുറ്റും ചുറ്റാനായിട്ട് തുടങ്ങും. അങ്കിളിന് ഒരുപാട് വേദന എടുക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ സഹിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ഒരാൾ ഉപയോഗിച്ച നീഡിൽ ഉപയോഗിച്ചത് കൊണ്ടാണ് ഈ ഒരു അസുഖം പിടിപെട്ടത്. എന്നാൽ അങ്കിളിനോട് എത്ര പറഞ്ഞിട്ട് അങ്കിൾ കേട്ടില്ലല്ലോ. വീണ്ടും വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ട് പോയി. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ അങ്കിളിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അങ്കിളും ആൽഫ റൂമിൽ ഇരിക്കുമ്പോൾ അമ്മ അങ്കിളിനെ ആൽഫനെയും കാണാനായിട്ട് വന്നിട്ടുണ്ട്. ആൽഫയ്ക്ക് കൊണ്ടുവന്ന് കുറച്ച് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരിരുന്ന് സംസാരിക്കുമ്പോൾ ഈ അങ്കിളിന് പുറത്തു പോകണമെന്ന് പറഞ്ഞ് അമ്മയോട് ചെറിയ രീതിയിൽ ദേഷ്യപ്പെടുകയാണ്. എന്നാൽ അമ്മയ്ക്ക് ഇത് ഇഷ്ടപ്പെടത്തില്ല. നിന്നെ പുറത്തു വിടാനായിട്ട് പറ്റത്തില്ല, നീ പുറത്തു പോകണമെങ്കിൽ ഡ്രഗ് ഉപയോഗിക്കുമെന്ന് പറഞ്ഞ് അമ്മ ഒരുപാട് ദേഷ്യപ്പെടും. എന്നാൽ ആൽഫ അങ്കിളിന് സപ്പോർട്ടാണ്. അങ്കിളിനെ എന്താ പുറത്തോട്ട് വിട്ടാല് ഈ ഒരു മനുഷ്യനെ പൂട്ടിയിടാനാണോ നിങ്ങളുടെ പ്ലാൻ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ദേഷ്യം വരും. അമ്മ ദേഷ്യപ്പെട്ട് പുറത്തോട്ടിറങ്ങി ഇവർ രണ്ടുപേരും അവിടെ നിന്ന് പോവാതിരിക്കാനായിട്ട് ഡോർ അങ്ങ് കുറ്റിയിടും. ഈ രണ്ടിനെ പുറത്തോട്ട് വിടാനായിട്ട് പറ്റത്തില്ല. അങ്കിളാണെങ്കിൽ മുടിഞ്ഞ ഡ്രഗ് അഡിക്റ്റ് ആണ്. മോളാണെങ്കിൽ എവിടെ പോയി ടാറ്റു അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, അതും വൃത്തിയില്ലാത്ത നീഡിൽസ് ഉപയോഗിച്ചിട്ട്. എന്തെങ്കിലും അസുഖം പിടിപെട്ടാലോ രണ്ടിന് യാതൊരു ബോധവും ഇല്ല. അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പെരുമാറുന്നത്. പിന്നീട് കുറെ നേരം കഴിയുമ്പോൾ ആൽഫ കിടന്നുറങ്ങാണ്. ഈ ഉറങ്ങുന്ന നേരത്താവട്ടെ അവളുടെ റൂം ഇടിഞ്ഞു മറിഞ്ഞ് അവളുടെ മുകളിലൂടെ വീഴാൻ പോകുന്നതായിട്ട് അവള് സ്വപ്നം കാണുന്നുണ്ട്. ഇത് കണ്ട് അവൾ ആകെ പേടിച്ച് അങ്ങനെ കിടന്ന് പെടയാണ്. അവസാനം അങ്കിളാണ് അവളുടെ പെടച്ചിൽ കണ്ട് അവളെ വിളിച്ചെണീപ്പിക്കുക എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിച്ചിട്ട്. അവൾ എണീക്കുമ്പോഴാവും അവൾക്ക് സമാധാനമാവുന്നത്. ആൽഫയുടെ ഈ അവസ്ഥ റൂമിൽ കിടന്ന് ഒരുപാട് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അങ്കിൾ അവളെയും വിളിച്ച് പുറത്തോട്ട് പോകാനായിട്ട് തുടങ്ങും. ആ ഒരു ജനൽ വഴി പുറത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് സാധിക്കും. അതുവഴി ഇറങ്ങിപ്പോവും രണ്ടുപേരും കൂടെ. അങ്ങനെ പുറത്തു പോയി രണ്ടുപേരും കൂടെ ഒരു ഫുട്ബോൾ ഗ്രൗണ്ടിൽ കളിക്കുകയാണ്. അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട്. കുറെ നേരം സമയം പങ്കിടുന്നുണ്ട്. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ ചെല്ലുന്നതാവട്ടെ ഒരു ക്ലബിലാണ്. അവിടെ കള്ളും കഞ്ചാവും എല്ലാം കിട്ടും. അങ്കിൾ കുറച്ചധികം ആൾക്കാരുടെ കൂടെ ചേർന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതായിട്ട് ആൽഫ കാണുന്നുണ്ട്. ഡ്രഗ്സ് ഉപയോഗിച്ചിട്ട് അതുപോലെ തന്നെ പെടയുന്നതായിട്ട്. ആൽഫ എന്താ വിചാരിക്കുക, അങ്കിളിന്റെ അസുഖം കൂടി, അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അമ്മേനെ വിളിക്കണം, അങ്കിളിനെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ട് പോകണമെന്നാണ്. ഇത് വിചാരിച്ച് അമ്മേനെ വിളിക്കാനായിട്ട് എവിടെന്നേലും ഫോൺ കിട്ടുമെന്ന് അറിയാനായിട്ട് ചെല്ലും. എന്നാൽ ഫോണൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവള് തിരിച്ചു വരുമ്പോൾ അങ്കിൾ അവിടെ കൂട്ടുകാരും ഒത്തുനിന്ന് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതാണ് കാണുന്നത്. അങ്കിള് മാറിയെന്നാണ് അവള് വിചാരിച്ചത്. എന്നാൽ അങ്കിള് മാറിയിട്ടില്ല. വീണ്ടും ഡ്രഗ്സിന്റെ പിന്നാലെ പോയിട്ടുണ്ട്. അങ്കിളിന്റെ ഈ ഒരു സ്വഭാവം കാരണം അവൾ ആകെ വിഷമിച്ച് പുറത്തു വന്നിരിക്കുകയാണ്. കുറെ കഴിയുമ്പോഴായിരിക്കും അങ്കിള് പുറത്തോട്ടിറങ്ങി വരിക. എന്നാൽ അങ്കിൾ അവളെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ആൽഫ പിന്നാലെ ചെന്ന് അങ്കിളെ എന്തിനാ
എന്തിനാ ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, അത് ശരീരത്തിന് ഒരുപാട് കേടല്ലേ, അമ്മ എത്ര തവണ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അങ്കിൾ അവളോട് ദേഷ്യപ്പെടും. നീ എന്തിനാ എന്നെ പറ്റി ആലോചിച്ച് പേടിപ്പെടുന്നത്, ഞാൻ നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ എന്ന് ചോദിച്ച് അങ്കിൾ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് മാറിപ്പോവും. ആൽഫയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഒരുപാട് വിഷമാവും. അവൾ അവിടെ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു വിഷമം തീർക്കാനായിട്ട് അവൾ നേരെ ചെല്ലുന്നത് കൂട്ടുകാരന്റെ വീട്ടിലാണ്. കൂട്ടുകാരൻ അവളെ വിളിച്ച് അവന്റെ റൂമിൽ കൊണ്ടുവരും. പിന്നീട് ഇവർ രണ്ടുപേരും കൂടെ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ, ഇവരുടെ രണ്ടുപേരെയും വിഷമങ്ങളൊക്കെ മറക്കുന്നുണ്ട്. കൂട്ടുകാരൻ ഇതെന്റെ ഗേൾ ഫ്രണ്ട് അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ് ആൽഫയായിട്ട് സ്നേഹിക്കാനായിട്ട് തുടങ്ങും രണ്ടുപേരും കൂടെ. അങ്ങനെ ഈ ഉമ്മ വയ്ക്കുന്ന നേരത്താവട്ടെ ആൽഫ അവന്റെ മുതുകത്ത് കെട്ടിപ്പിടിക്കുകയാണ്. ഈ കെട്ടിപ്പിടിക്കുന്ന നേരത്ത് അവന്റെ മുതുകത്ത് എന്തോ ഒരു അക്ഷരം തട്ടുന്നുണ്ട്. നോക്കുമ്പോൾ മറ്റൊന്നുമല്ല, ഒരു എ ആണ്. ടാറ്റു അടിച്ചു വെച്ചേക്കുന്ന ഒരു എ. അവളുടെ ഷോൾഡറിൽ ഏത് ടാറ്റു ആണോ അടിച്ചേക്കുന്നത് ആ ഒരു എ. ഇത് കാണുമ്പോൾ അവൾക്ക് ദേഷ്യം വരും. അവനെ തള്ളി മാറ്റും. നീ എന്താടാ പറഞ്ഞത്, നിനക്ക് എന്നിൽ നിന്ന് രോഗം പകരുമെന്ന് പേടിയാണെന്നല്ലേ, എന്നിട്ട് നീ ടാറ്റു എപ്പോഴാണ് അടിച്ചത്? ഇത് ചോദിക്കുമ്പോൾ ചെറുക്കൻ സത്യം പറയാനായിട്ട് തുടങ്ങും. ആൽഫയ്ക്ക് അടിച്ചതിന് ശേഷമാണ് അന്ന് അവന്റെ മുതുകത്ത് ടാറ്റു അടിച്ചത്. അതായത് ഇവർ രണ്ടുപേരും ഉപയോഗിച്ചത് ഒരേ നീഡിലാണ്. ടാറ്റു അടിച്ചു കൊടുത്ത ചെറുക്കനും ഒരേതാണ്. അപ്പൊ ആൽഫയ്ക്ക് ഏത് രോഗം വരുന്നു അതെന്തായാലും അവന് വരും. അതിപ്പോ ഒരു ഉമ്മ വെച്ചാലും ഉമ്മ വെച്ചില്ലേലും. എന്നാൽ അവൻ എപ്പോഴും പഴിചാരുന്നത് ആൽഫയുടെ പേരിലായിരുന്നല്ലോ. ആൽഫയാണ് അവൻ അസുഖം കൊണ്ട് കൊടുത്തതെന്ന്. എന്നാൽ ഇപ്പൊ ഇതെല്ലാം അറിഞ്ഞതോടെ അവൾക്ക് നല്ല ദേഷ്യവും. അവൾ ദേഷ്യപ്പെട്ട് അവന്റെ റൂമിൽ നിന്ന് ഇറങ്ങി പുറത്തോട്ട് നടന്നു പോവാണ്. ഇനി അവനെയായിട്ട് യാതൊരു കൂട്ടുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനുമായിട്ട് എന്തിനാ കൂട്ടുകൂടുന്നത്? അവൾ നേരെ ചെന്നിരിക്കുന്നത് ഒരു ബസ് സ്റ്റോപ്പിലാണ്. വീണ്ടും പഴയ കാലത്തിലോട്ട് പോയാൽ ആൽഫയുടെ അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന നേരത്ത് ആൽഫയുടെ അമ്മ ആൽഫയുടെ അമ്മേന്റെ അമ്മേനെ വിളിക്കും. എന്നിട്ട് അങ്കിളും അതുപോലെ തന്നെ ആൽഫയും വീട്ടിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിളും ആൽഫ, അതായത് കുട്ടി ആൽഫയും കൂടെ പുറത്തോട്ട് കറങ്ങാൻ പോയെന്ന് പറയും. അതുകൊണ്ട് തന്നെ അമ്മ ഫോൺ വെക്കുകയാണ്. അന്നും ഈ അങ്കിൾ ഒരു ഡ്രഗ് അഡിക്റ്റ് ആണ് കേട്ടോ. പഴയ കാലത്തും ഡ്രഗ് അഡിക്റ്റ് ആണ്. വീണ്ടും പ്രസന്റിലോട്ട് വന്നാൽ ആൽഫയുടെ സ്റ്റോപ്പിലോട്ട് ബസ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ വീട്ടിൽ പോകാനായിട്ട് ബസ്സിൽ കയറുമ്പോൾ ആ ബസ്സിൽ തന്നെ അങ്കിൾ ഇരിപ്പുണ്ട്. അങ്കിളിന്റെ അടുത്ത് ചെന്നിട്ട് നിങ്ങളോട് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ലേ, നിങ്ങൾ എന്തിനാ ഈ ഡ്രഗ് ഉപയോഗിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ ഒറ്റ കാര്യം മാത്രമേ പറയുന്നുള്ളൂ, അവസാനമായിട്ട് എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ഒരു കാര്യം എന്റെ ദേഹത്ത് കുത്തിവയ്ക്കും. ചിലപ്പോൾ ഞാൻ ഒരുപാട് ഉറങ്ങിപ്പോയേക്കും, പക്ഷെ നീ എന്നെ വിളിച്ചുണർത്താനായിട്ട് പാടില്ല. ഇതാണ് അങ്കിൾ അവളോട് പറയുന്നത്. അവൾക്ക് ഇതിനെപ്പറ്റി വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും അവൾ ഇതൊക്കെ കേട്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്റെ അങ്കിള് ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി പോകുമ്പോൾ ആൽഫയും പിന്നാലെ ചെല്ലുകയാണ്. അങ്കിൾ ഒരു സ്ഥലത്ത് ചെന്നിരുന്നിട്ട് അങ്കിളിന്റെ കയ്യിൽ എന്തോ ഒരു കയറ് കെട്ടിയിട്ട് സിറിഞ്ച് വെച്ച് ആ ഒരു കയ്യിൽ കുത്തി കയറ്റുന്നുണ്ട്. അതെന്തോ ഒരു പ്രത്യേകതരം ഡ്രഗ്സ് ആണ്. ആൽഫ വന്ന് നോക്കുമ്പോൾ അങ്കിൾ ഒരു നടു റോഡിൽ ആ ഒരു ഡ്രഗ്സും കുത്തിവെച്ച് ഒരു ബോധം ഇല്ലാതിരിക്കുന്നു. ഇങ്ങനെ വിട്ടാൽ അങ്കിൾ എന്തായാലും മരണപ്പെടും. അമ്മേനെ വിളിച്ച് വിവരം പറയണം, ഇല്ലെങ്കിൽ രക്ഷപ്പെട്ടു പോകാനായിട്ട് സാധിക്കത്തില്ല. അങ്കിള് രക്ഷപ്പെടത്തില്ല. ഇത് മനസ്സിലാക്കുന്ന അവളാണെങ്കിൽ അമ്മേനെ വിളിക്കാനായിട്ട് നേരെ ഓടി ഒരു ഹോട്ടലിൽ ചെല്ലും. അവിടുത്തെ ഫോം വാങ്ങിച്ച് വിളിക്കാനായിട്ട്. അതുപോലെ തന്നെ അങ്കിളിനെ രക്ഷിച്ച് ഈ ഹോട്ടലിൽ കൊണ്ടുവന്ന് കിടത്തണമല്ലോ. അമ്മ വന്നാലേ അങ്കിളിനെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അതുകൊണ്ടായിരിക്കാം ആ ഹോട്ടലിലോട്ട് ഓടിയത്. വീണ്ടും പഴയ കാലത്തിലോട്ട് വന്നാൽ അമ്മ ഈ വിവരം, അതായത് അങ്കിളും അതുപോലെ തന്നെ കുഞ്ഞ് ആൽഫയും കൂടെ പുറത്ത് കറങ്ങാൻ പോയെന്ന് അറിഞ്ഞിട്ട് കാറും എടുത്ത് അതേ ഹോട്ടലിലോട്ട് വരുന്നുണ്ട്. നമ്മൾ ഫ്യൂച്ചറിൽ കണ്ട അതേ ഹോട്ടലിലോട്ട് അമ്മ ഓടി ആൽഫയും അതുപോലെ തന്നെ അങ്കിളും ഉള്ള റൂമിൽ ചെല്ലും. അവിടെ ചെന്ന് നോക്കുമ്പോഴാവട്ടെ കുഞ്ഞ് ആൽഫനെ വെച്ചിട്ട് അങ്കിൾ ഈ ഡ്രഗ്സ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുന്നു. അമ്മ ഓടി വന്ന് അങ്കിളിന് ഒരുപാട് അടി കൊടുത്ത് ഞാൻ നിന്നെ വിശ്വസിച്ച് എന്റെ മോളെ ഏൽപ്പിച്ചെന്ന് പറഞ്ഞ് കുഞ്ഞ് ആൽഫനെയും വിളിച്ച് ആ ബാത്റൂമിൽ കയറി ചെല്ലും. എന്നിട്ട് ആൽഫനെ അവിടുത്തെ ബാത്ത് ടബിലാക്കിയിട്ട് മോൾ ഇവിടെ ഒളിച്ചിരിക്കണം, അമ്മ എണ്ണാൻ പോവാണ്, അമ്മ പറയാതെ പുറത്തു വരാൻ പാടില്ല എന്ന് പറഞ്ഞ് ആൽഫനെ സമാധാനപ്പെടുത്തി ഡോർ അടച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലും. എന്നാൽ ഈ കുഞ്ഞ് ആൽഫയാണെങ്കിൽ അമ്മയും അതുപോലെ തന്നെ അങ്കിളും സംസാരിക്കുന്ന കാര്യങ്ങൾ ആ ഒരു ബാത്റൂമിൽ നിന്ന് ഒളിഞ്ഞു കാണുന്നുണ്ട്. കുട്ടിയല്ലേ, എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്. അമ്മ ചെന്ന് അങ്കിളിന്റെ അടുത്തിരുന്ന് അങ്കിളിനോട് സംസാരിക്കും. എന്തിനാണ് വീണ്ടും വീണ്ടും ഡ്രഗ്സ് ഉപയോഗിക്കുന്നത്, നിന്റെ അസുഖം കൂടി വരത്തില്ല എന്ന്. എന്നാൽ അങ്കിള് പറയും എനിക്ക് ഏറ്റവും മാരകമായിട്ടുള്ള അസുഖമാണ് പിടിപെട്ടിരിക്കുന്നത്, ഇനി എന്ത് നോക്കാനാണ്, ഞാൻ ഡ്രഗ്സ് ഉപയോഗിച്ചോളാന്ന് പറഞ്ഞിട്ട് ഡ്രഗ്സ് കുത്തിവെക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ നടക്കുന്നില്ല, കൈയൊക്കെ വിറയ്ക്കുകയാണ്. അമ്മ ഈ ഒരു അങ്കിളിന്റെ നിസ്സഹായ അവസ്ഥ കണ്ടിട്ട് ഞാൻ സഹായിക്കാന്ന് പറഞ്ഞ് ആ ഒരു സിറിഞ്ച് വാങ്ങിച്ച് അങ്കിളിനെ കുത്താനായിട്ട് തുടങ്ങും. അത് കുത്തിയതോടെ അങ്കിള് ബോധം കെട്ട് ആ കട്ടിൽ തന്നെ വീഴുകയാണ്. അങ്കിള് ബോധം കെട്ടതിന് ശേഷം ആകെ ഉള്ളൊരു സഹോദരൻ ഇങ്ങനെ ആയെന്ന് വിചാരിച്ച് അമ്മ അവിടെ ഇരുന്ന് പൊട്ടിക്കരയാണ്. കട്ട് ചെയ്താൽ നമ്മുടെ പ്രസന്റിലുള്ള ആൽഫനെയാണ് കാണിക്കുന്നത്. ആൽഫ സെയിം ഹോട്ടൽ റൂമിൽ തന്നെ കിടന്നുറങ്ങുന്നുണ്ട്. അവൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കുമ്പോൾ അവളുടെ സൈഡിൽ തന്നെ പഴയ കാലത്തുള്ള അമ്മയും പഴയ കാലത്തുള്ള അങ്കിളും കിടന്നുറങ്ങുന്നുണ്ട്. എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്നല്ലേ, അത് ഞാൻ കുറച്ചുകൂടെ പോകുമ്പോൾ പറഞ്ഞുതരാം. ആൽഫ എണീറ്റ് അവരുടെ രണ്ടുപേരുടെ അടുത്ത് ചെല്ലും. അങ്കിളിന് ബോധമുണ്ട്. അങ്കിള് ആൽഫയോട് ചോദിക്കും, വലിയ ആൽഫയോട് ചോദിക്കും, നിനക്കൊരു സീക്രറ്റ് അറിയാമോ, എനിക്കൊരു മാരാരോഗം പിടിപെട്ടിട്ടുണ്ട്. ഈ ഒരു സീക്രറ്റ് പറയുന്ന നേരത്ത് വലിയ ആൽഫ കുഞ്ഞ് ആൽഫയായിട്ട് മാറും. ഇതും പറഞ്ഞ് അങ്കിള് വീണ്ടും ബോധം കെട്ടു പോവാണ്. അങ്കിൾ ആ ഡ്രഗ്സ് ഉപയോഗിച്ചത് കൊണ്ട് തന്നെ എന്തായാലും മരണപ്പെടും. പെട്ടെന്ന് തന്നെ അമ്മ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എണീക്കും. അമ്മ എണീറ്റിട്ട് അങ്കിളിനെ രക്ഷിക്കാനായിട്ട് CPR കൊടുക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ആൽഫയോട് അങ്കിള് നേരത്തെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, എന്തൊക്കെ വന്നാലും അങ്കിളിനെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണീപ്പിക്കാനായിട്ട് പാടില്ല എന്നല്ലേ. ഇത് മനസ്സിൽ കണ്ടിട്ട് ആൽഫ അമ്മേനെ സമ്മതിക്കത്തില്ല അങ്കിളിനെ വിളിച്ചെണീപ്പിക്കാനായിട്ട്. അമ്മയുടെ ബാഗിൽ തന്നെ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് എന്തോ ഒരു മരുന്നുണ്ട്. അതെടുക്കാനായിട്ട് അമ്മ ബാഗ് എടുക്കാൻ പറയുമ്പോൾ ആൽഫ അമ്മയ്ക്ക് ബാഗ് കൊടുക്കത്തില്ല. എന്നാൽ ബാഗൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ അമ്മ തട്ടിപ്പറിക്കുന്നുണ്ട്. ഈ ഒരു കോലാഹലങ്ങൾ നടക്കുമ്പോൾ ആൽഫ വലുതാവുന്നുണ്ട്, അതുപോലെ തന്നെ ചെറിയ ആൽഫ ആവുന്നുണ്ട്. രൂപം മാറി കളിക്കുകയാണ്.
പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ പോകുമ്പോൾ പറഞ്ഞുതരാം എന്താണ് സംഭവം എന്ന്. അങ്ങനെ അങ്കിളിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഒരു മരുന്ന് കുത്തിവെച്ച് അങ്കിളിനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആ ഒരു മരുന്ന് കുത്തിവെക്കുന്ന നേരത്ത് അങ്കിള് രക്ഷപ്പെടും. കട്ട് ചെയ്താൽ പഴയ കാലമാണ് കാണിക്കുന്നത്. അമ്മ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അവിടെ തന്നെ അമ്മയ്ക്ക് ഒരു പേഷ്യന്റും ഉണ്ട്. ആ പേഷ്യന്റിനെ ചെന്ന് കാണും. അത് മറ്റാരുമല്ല, നമ്മൾ നേരത്തെ കണ്ട ആ അങ്കിള് തന്നെയാണ്. അങ്കിള് അവശതയിലായി ആ രോഗം മൂർച്ഛിച്ച് ഹോസ്പിറ്റലിൽ അങ്ങനെ കിടക്കുകയാണ്. അമ്മ വന്ന് അങ്കിളിനെ ശുശ്രൂഷിക്കും. എന്നാൽ അങ്കിളാണെങ്കിൽ ഓരോ തമാശകളൊക്കെ കാണിക്കുകയാണ്. എന്നിട്ട് പതിയെ പതിയെ പറയുന്നുണ്ട് അമ്മയോട്, എനിക്ക് ഈ വേദന സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല, എങ്ങനെയെങ്കിലും എന്നെ മരണപ്പെടുത്തി കളയാനായിട്ട് സാധിക്കുമോ എന്ന്. എന്നാൽ അമ്മയ്ക്ക് അത് ഒരിക്കലും ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അങ്കിൾ എന്തായാലും മരണപ്പെടും, അല്ലാതെ ഈ ഒരു വേദനയും കൊണ്ട് അങ്കിളിന് ജീവിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്കിൾ ആൽഫയുടെ അമ്മേനെ ഒന്ന് നോക്കും. ആ നേരമായിരിക്കും പെട്ടെന്ന് തന്നെ അവിടുത്തെ ആ ഒരു മെഷീൻ ഉണ്ടല്ലോ, ആ ഒരു ഹെഡ് റേറ്റ് ഒക്കെ കാണിക്കുന്ന മെഷീൻ, അത് ബീപ്പ് അടിക്കാനായിട്ട് തുടങ്ങുന്നത്. അങ്കിളിന്റെ ഹെൽത്ത് ഒരുപാട് നശിച്ചുകൊണ്ടിരിക്കുകയാണ്, മരണപ്പെട്ടു പോകും എന്നാണ് അത് കാണിക്കുന്നത്. അമ്മ ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കിയിട്ട് അങ്കിളുടെ അടുത്ത് വന്ന് CPR കൊടുക്കാനായിട്ട് ശ്രമിക്കും. അങ്കിളുടെ കണ്ടീഷൻ വളരെയധികം മോശമാണ്. എന്നാൽ അങ്കിൾ അവസാന നിമിഷത്തിൽ അമ്മേനെ ഒന്ന് ദയനീയമായിട്ട് നോക്കും. എന്നെ രക്ഷപ്പെടുത്തണ്ട, എനിക്ക് വേദന കൊണ്ട് ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല, ഒരുപാട് കഷ്ടപ്പാടാണ്. അത് അമ്മയ്ക്ക് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ അങ്കിളിനെ രക്ഷിക്കാനായിട്ട് CPR കൊടുക്കത്തില്ല, അങ്കിളിനെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കത്തില്ല. അങ്കിൾ അവിടെ വെച്ച് തന്നെ മരണപ്പെട്ടു പോവുകയാണ്. കട്ട് ചെയ്താൽ വീണ്ടും പ്രസന്റിലോട്ട് വരികയാണ്. ആൽഫയും അമ്മയും അതുപോലെ തന്നെ ആ ഹോട്ടലിൽ കണ്ണു തുറന്നിട്ടുണ്ട്. അമ്മയുടെ രൂപം ഇപ്പൊ പഴയതുപോലല്ല, മാറിയിട്ടുണ്ട്. അമ്മ പ്രസന്റിൽ എങ്ങനെയാണോ അതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. രണ്ടുപേരും കൂടെ ഹോട്ടൽ റൂമിൽ നിന്ന് എണീറ്റിട്ട് കാറിൽ കയറും. അങ്കിൾ ആ ഹോട്ടൽ റൂമിൽ ഇല്ലായിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? രണ്ടുപേരും കൂടെ കാർ എടുത്ത് ഒരുപാട് പൊടിക്കാറ്റുള്ള സ്ഥലത്ത് ചെല്ലും, എന്തോ ഒരു പ്രത്യേക സ്ഥലത്ത്. അവിടെ ചെന്നിട്ട് കാർ ഒതുക്കുകയാണ്. അമ്മയോട് പറയും ആൽഫ, ഇതെല്ലാം നമ്മുടെ തോന്നലാണ്, അങ്കിൾ നേരത്തെ മരണപ്പെട്ടു പോയി, അമ്മ പോണ്ട, നമുക്ക് തിരിച്ചു പോകാന്ന് പറയുമ്പോൾ ഞാൻ എന്റെ അനിയനെ കൊണ്ടുവിട്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അമ്മ കാറിൽ നിന്ന് എണീറ്റ് കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് അനിയനെയും വിളിച്ച്, അതായത് അങ്കിളിനെയും വിളിച്ച് ആ ഒരു പൊടിക്കാറ്റിലോട്ട് നടക്കാനായിട്ട് തുടങ്ങും. ആൽഫയ്ക്ക് ഇതെല്ലാം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അമ്മയും അങ്കിളും കൂടെ കൈ പിടിച്ച് നടന്നു പോണു. ആൽഫ ആകെ വിഷമിച്ച് പുറത്തോട്ടിറങ്ങി വരും. കാറിൽ നിന്ന് ഇറങ്ങി പൊടിക്കാറ്റിന്റെ കീഴിൽ അങ്ങനെ നിൽക്കുകയാണ്. അങ്കിളും അമ്മയും കൂടെ നടന്നു പോകുന്ന നേരത്ത് പെട്ടെന്ന് തന്നെ അങ്കിള് പൊടിയായിട്ട് അങ്ങ് മാറിപ്പോവാണ്, പൊടിയായിട്ട് പറന്നു പോവാണ്. അമ്മ ആകെ വിഷമിച്ച് താഴെ ഇരുന്ന് കരയുന്നുണ്ട്. ഈ ഒരു കാര്യം കണ്ട് ആൽഫയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ട്. അവൾ അവിടെ നിന്ന് കരയുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. ഇങ്ങനെ ഞാൻ മൂവി ഇവിടെ നിർത്തിയാൽ നിങ്ങൾ എന്തായാലും എന്നെ ചീത്ത പറയും. ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ തരാം. മറ്റൊന്നുമല്ല, ഈ അങ്കിള് പണ്ട് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു എന്ന് ആൽഫ കുഞ്ഞായിരുന്ന സമയത്ത് തന്നെ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. അത് അമ്മയ്ക്കും അറിയായിരുന്നു. അങ്കിള് മരിച്ചുപോയ കാര്യം രണ്ടുപേർക്കും അംഗീകരിക്കാനായിട്ട് സാധിച്ചില്ല. രണ്ടുപേരുടെ മനസ്സിലും അതൊരു ട്രോമയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് രണ്ടുപേർക്കും അങ്കിളിനെ പിന്നെയും പിന്നെയും കാണാനായിട്ട് സാധിച്ചത്. അന്ന് ഫാമിലി ഫംഗ്ഷന് പോയപ്പോൾ യഥാർത്ഥത്തിൽ അങ്കിൾ അവിടെ ഇല്ലായിരുന്നു. ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന് അങ്കിളിനെ കാണാനായിട്ട് സാധിച്ചില്ലല്ലോ. കാരണം ഇതാണ്, അങ്കിള് ജീവനോടെ ഇല്ല, മരണപ്പെട്ടു പോയി. പക്ഷെ രണ്ടുപേരുടെയും ട്രോമ കാരണം അങ്കിളിനെ ജീവനോടെ അവർക്ക് കാണാനായിട്ട് സാധിക്കുമായിരുന്നു. ട്രോമയാണത്. അതുപോലെ തന്നെ അങ്കിളിന് ഒരു മാരാരോഗം അല്ല പിടിച്ചിരിക്കുന്നത്, എയ്ഡ്സ് ആണ് പിടിച്ചത്. ഡ്രഗ്സ് ഉപയോഗിച്ച് എയ്ഡ്സ് ആണ് പിടിപെട്ടിരിക്കുന്നത്. എന്നാൽ നമുക്ക് ഈ സിനിമയിൽ അവർ കാണിച്ചു തന്നിരിക്കുന്നത് എന്തോ ഒരു മാറാരോഗം വന്നതുപോലാണ്, പക്ഷെ അത് എയ്ഡ്സ് ആണ്. അങ്ങനെ രണ്ടുപേരും അങ്കിള് മരണപ്പെട്ടു പോയതിനു ശേഷം ട്രോമയിൽ നിന്ന് കയറാനായിട്ട് സാധിച്ചില്ല. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെയൊക്കെ കാണാനായിട്ട് സാധിച്ചത്. അതുപോലെ തന്നെ ഇപ്പൊ അവസാനം എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ, അമ്മ ആ ട്രോമയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്, അങ്കിള് മാഞ്ഞു പോയില്ലേ. അതുപോലെ തന്നെ ആൽഫയ്ക്കും ആ ഒരു ട്രോമ മാറിയിട്ടുണ്ട്. ഇനി അവർ രണ്ടുപേരും സന്തോഷത്തോടെ ജീവിക്കുകയായിരിക്കും. എന്തായാലും ഈ സിനിമ ഇങ്ങനെയാണ് അവസാനിച്ചിരിക്കുന്നത്. ഈ സിനിമ റോ ആയിട്ട് കണ്ടാലൊന്നും മനസ്സിലാവത്തില്ല. എക്സ്പ്ലനേഷൻ കേൾക്കുമ്പോൾ മനസ്സിലാവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നിങ്ങൾക്ക് മനസ്സിലായോ അതോ മനസ്സിലായില്ലേ? അതൊക്കെ നിങ്ങൾ കമന്റിൽ പറയൂ. അതുപോലെ തന്നെ കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.